പിന്നെന്താ ഇപ്പം ഉണ്ടാലോ. അതിരാവിലെ തന്നെ ഫ്രണ്ട്സ് എത്തിയില്ലേ? ഡിയർ ഫ്രണ്ട് അതാ സിറ്റൗട്ടിൽ കാത്തിരിക്കുന്നു. ആര്? അമീനോ? അവനോട് കയറി അകത്തിരിക്കാൻ പറ, ഞാനിതാ വരുന്നേ. വേറൊരു കോന്തനുണ്ട് കൂടെ. കോന്തനോ? ആ, സത്താറായിരുന്നോ? ആയിരുന്നു, ഇപ്പോഴുമാണ്, ഇനി ആയിരിക്കുകയും ചെയ്യും. ആയിക്കോട്ടെടോ, അതിന് നീ എന്തിനാണ് തിന്നാൻ വരുന്നത്? ഞാനൊരു ലോഗ്യം പറഞ്ഞതല്ലേ. ആസ്ഥാനത്തുള്ള ലോഗ്യം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ആ ടൈപ്പല്ല. നീ ഒരു ബൈക്ക് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? സത്താറിന്റെ അടുത്തൊരു ബൈക്ക് ഉണ്ട്. ഇവൻ 3 മാസത്തേക്ക് റെന്റിന് എടുത്തിട്ട് 1 മാസമായിട്ടില്ല. പക്ഷെ പെട്രോൾ അടിക്കാൻ കുലൂസ് മാഫി. നീ പകുതി പൈസ കൊടുത്താൽ മതി, നിനക്ക് 2 മാസം ഉപയോഗിക്കാം. അല്ല സത്താറെ, നിന്റെ പെണ്ണ് കാണലൊക്കെ എവിടെ എത്തി? തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്കൊരു ചോറ് കിട്ടുമോ? ഗൾഫുകാർക്കൊന്നും പഴയ ഡിമാൻഡില്ലടേ. മുമ്പൊക്കെ ഒരുത്തൻ വിസിറ്റിംഗ് വീസൊക്കെ പോയി വന്നാൽ തന്നെ ആളുകൾ പെൺകുട്ടികളുമായി പിറകെ നടക്കുമായിരുന്നു. അന്തകാലമെല്ലാം പോച്ച്. അതൊക്കെ പോട്ടെ, നിനക്ക് ബന്ധുക്കളായി ഒരുപാട് പേരില്ലേ? ഏതെങ്കിലും ഒന്നിനെ എനിക്ക് മുട്ടിച്ചതാണ്. നീ വിട് സത്താറെ. ആരും നിന്റെ ഡിമാൻഡൊക്കെ ഒന്ന് കേൾക്കട്ടെ, അല്ലെങ്കിലേ മുട്ടിച്ച് എനിക്ക് ഷോക്കടിക്കും. പറ. വലിയ ഡിമാൻഡ്സ് ഒന്നുമില്ല. 2 കുട്ടികൾ മാത്രമുള്ള വീടായിരിക്കണം. ഓൺലി 2. പിന്നെ പെണ്ണിന് ജോലി ഉണ്ടെങ്കിൽ സ്ത്രീധനം ഒരു പ്രശ്നമേ അല്ല. ശമ്പളമുണ്ടല്ലോ. പിന്നെ സൗന്ദര്യത്തിന്റെ കാര്യത്തിലാണ് എനിക്ക് അല്പം ഡിമാൻഡ് ഉള്ളത്. എന്റെ ഫ്രണ്ട്സിന്റെ ഭാര്യമാരൊക്കെ ഹൈ ബ്യൂട്ടീസാ. അവരെക്കാൾ കൂടുതൽ മെച്ചം വേണം. ഒരു എന്താ പറയാ, ഒരു മിസിരി സ്റ്റൈൽ. ഇത് മിക്കവാറും ഷോക്കടിക്കുന്ന കേസാ ജലാലേ. എന്റെ ബന്ധുക്കളിൽ മിസിരികളും ലബനാനികളും ഒന്നുമില്ല സത്താറെ, മലബാരീസ് മാത്രം. അവരിൽ ആരെയെങ്കിലും നീ ആലോചിച്ചാൽ ഞാനത് മുടക്കും. അവന്റെ ഒരു ഡിമാൻഡ്. ഇതൊക്കെ നോക്കി തന്നെയല്ലേ നീ സുമയ്യാനെ കെട്ടിയത്? എന്നാ ജലാലേ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇരിക്കടാ, ചായ കുടിച്ചിട്ട് പോവാം. ഇപ്പൊ സമയല്ലടാ, കട തുറന്നിട്ടില്ല. നീ കടയിലേക്ക് വാ. എന്നാ സത്താർ ചായ കുടിച്ചിട്ട് വന്നോളൂ. ഓക്കെ. ഇന്നെനിക്ക് തീരെ സമയമില്ല. 3-4 സ്ഥലത്ത് പെണ്ണ് കാണാൻ പോകാനുള്ളതാ. ഞാൻ ചെന്നില്ലേ മോശ. കമോൺ. വീട്ടേക്ക്. സത്താറെ, ഈ 2 വീടുകളിലാണ് ഇന്ന് പെണ്ണ് കാണുന്നത്. ഈ 2 വീടുകളിലോ? ഇത് അടുത്തടുത്തല്ലേ? 2 വീട്ടിൽ ഒരേ ദിവസം പെണ്ണ് കാണാൻ കയറിയാൽ അത് പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? അംസക്കോയ ആദ്യമായിട്ടല്ലേ പെണ്ണ് കാണിക്കുന്നത്. എടുത്തി അനിയത്തെ ഒരേ ദിവസം പെണ്ണ് കാണിച്ച് അനിയത്തിന്റെ കല്യാണം നടത്തിയനാണ് ഈ അംസക്കോയ. ഞാനേ പുലി നോക്കട്ടെ. വൃത്തിയായിട്ടാണ്. എന്താണ് ഇത്? പുലിക്ക് വാലുണ്ടോ നോക്കിയതല്ലേ? വേണ്ട, നിർത്തിക്കള. അംസക്കോയാനെ വലിങ്ങനെ കോയാക്കണ്ട. പിന്നെ ഒരു കാര്യം, കർക്കിടക മാസത്തിൽ ചക്കക്കൂട്ടാൻ കണ്ട മാതിരി ചായയും കടിയും വാരി വലിച്ചു തിന്ന് വെറുപ്പിക്കാതെ വേഗം ഇങ്ങോട്ട് പോരണം. ചായ കുടിക്കാതെ പിന്നെ എങ്ങനെയാ ഓട്ടോ കാശെങ്കിലും മുതലാവണ്ടേ? ചെലവാക്കുന്നവനല്ല ബേജാറ്, ഓസിക്ക് തട്ടുന്നവനാ. ഒരുങ്ങിയത് മതി. ഈ അല്ല പുതിയാപ്പിള സത്താറ. ശരിയാണല്ലോ. മാറിക്ക. ഗഫാറേ, ഗഫാർ ബാക്കിലൊന്ന് നോക്ക്. മതിയോ? എനിക്ക് കാണിക്കാൻ ഒരു നിർവാഹമില്ലല്ലോ. അതെന്തേ? ഞാൻ ഇടാൻ മറന്നുപോയി. മോനെ, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ഈ വണ്ടി ഒന്ന് തിരിച്ചിട്ടാളി. ബെല്ലടിക്കടോ. മാറിക്ക. ഞാനാ എന്നെ പിടിച്ചോളി. നിങ്ങൾ പറഞ്ഞാലും നേരത്തെ വന്നല്ലോ. അത് പിന്നെ പുതിയാപ്പിളക്ക് തിരക്കുണ്ടേ, വേറെ സ്ഥലത്തും കൂടെ പോവാൻ. ആഹാ, പെണ്ണ് കാണുന്നതിന് മുമ്പേ അതിനെ ഈ അംസക്കോയനോട് പെണ്ണ് കാണാൻ വന്നവരാരും പുതിയാപ്പിളെ ആകാതെ തിരിച്ചുപോയ ചരിത്രമില്ല.
എന്നാ പിന്നെ പെണ്ണ് കാണാൻ നടക്കട്ടെ. മോളെ ഫാസില, ഫാസിലിയെ എന്തിനാ പഠിക്കണേ? MA സോഷ്യോളജി. നിന്റെ പെങ്ങളും MA സോഷ്യോളജിയാ? അതെ, ഈ സോഷ്യോളജി പറഞ്ഞ എന്താ? അത് മറ്റേ എന്താ പറയാ, ഭ്രാന്തന്മാരെ പറ്റി പഠിക്കുന്ന ഒരു മറ്റേ ഇതാ. ഓഹോ, അത് ശരി. അപ്പൊ നിന്നെ കണ്ടിട്ടാണ് നിന്റെ പെങ്ങൾ അത് തന്നെ പഠിക്കാൻ തീരുമാനിച്ചത് അല്ലേ? അതെ, ഈ സോഷ്യോളജി എന്ന് പറഞ്ഞ ഭ്രാന്തിനെ പറ്റി പഠിക്കുന്നതല്ലേ? ആരോ പറഞ്ഞു സൈക്യാട്രിയെ പോലെ തന്നെയാണെന്ന്. ചില വാരികളിലൊക്കെ കാണാറില്ലേ, സൈക്യാട്രിസ്റ്റിനോട് ചോദിക്കുക ലൈംഗിക രോഗങ്ങൾ. മോള് വെള്ളം കൊടുത്ത് അകത്ത് പോ. അയ്യേ, മൂക്ക് തെറ്റി. അവനല്ലേ ഇവനാ? അയ്യേ, ഇയാളോ? വൃത്തികെട്ടവൻ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? വേണ്ട, എനിക്കിനി വെള്ളം വേണ്ട, ഞാൻ ഇതെടുത്തോളാം. ഇതെന്തൊരു പള്ള വരുന്നു? ഇതെന്താ പെണ്ണ് കാണൽ ചടങ്ങിന് ശേഷം പള്ള കാണൽ ചടങ്ങുണ്ടോ? ഞാൻ ഫാസിലയുടെ അമ്മാവനാ. വെള്ളംകുടി. ആഹാ, നല്ല വെറൈറ്റി പേര്, വെള്ളംകുടി. അല്ല, കളരിത്തൊടി അസൈനാർ കുരുക്കൾ. ഓഹോ, എന്താ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? എന്നാ ഇനി നമുക്ക് കാര്യത്തിൽ കിടക്കാം. എന്താ നിങ്ങളുടെ ഡിമാൻഡ്? അത്രക്കൊന്നുമില്ല. സത്താറിന്റെ പെങ്ങക്ക് കൊടുത്ത് കിട്ടും, കൂടെ ഒരു 2 ലക്ഷം റുപ്യ. അതിന് സത്താറിന്റെ പെങ്ങൾക്ക് ഞങ്ങളല്ലല്ലോ സ്വീകരണം കൊടുത്ത്. അല്ല, അത് 50 പവനും മാരുതി 800 കാറും. അതിപ്പോ 800 പകരം ഓൾട്ടോ ആയാൽ മതി. ഫാസിലാക്ക് ഒരു 50 പവനെ ഞങ്ങൾ കരുതിയിട്ടുണ്ട്. മനസ്സിലൊരു ലഡ് പൊട്ടി. പിന്നെ ഓട്ടോ അല്ലേ, അത് അത്ര വലിയ സംഖ്യ ഒന്നും ആവില്ലല്ലോ. അളിയാ കൊടുക്കല്ലേ, മോള് പട്ടിനാവില്ലല്ലോ. പക്ഷേ പൈസ ഒരു പ്രശ്നമാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സീസണായിട്ട് ആർക്കും പൈസ കൊടുത്തിട്ടില്ല. പൈസ എന്തായാലും കിട്ടണം. അതുമല്ല എന്റെ പിന്നെ ഓട്ടോ അല്ല, ഓൾട്ടോ കാറ്. അതിന് സത്താറിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? ഇല്ല, എടുക്കണം. എപ്പോ കാർ സീസൺ കിട്ടിട്ടോ? മക്കള് വേഗം വന്ന വൈക്ക് തിരിച്ചു വിട്ടോ, അല്ലെങ്കിലേ ഈ പറഞ്ഞ കാറിലെ കിടത്തിയിട്ട് കൊണ്ടുപോകേണ്ടി വരും. ലൈസൻസ് പോലും ഇല്ലാത്ത ഓനക്ക് സീസണായിട്ട് കാറ് വേണം പോലും. ഫസ്റ്റ് എനിക്ക് പെരുത്ത് ഇഷ്ടപ്പെട്ട്. ഇവിടുന്ന് ഇറങ്ങിയ സ്ഥിതിക്ക് അവരിനിപ്പോൾ എൻ്റെ വീട്ടിലെത്തും നസീമാനെ കാണാൻ. അപ്പം ഞാൻ ഈ ഇടവഴിയിലൂടെ അങ്ങോട്ട് പോട്ടെ, എന്നാലേ അവരവിടെ എത്തുമ്പോഴേക്കും എനിക്കവിടെ എത്താൻ പറ്റൂ. ആ, നവേൻ ചെല്ലി. ഇതാ വരണേ. എന്താ നിങ്ങൾ പോയില്ലേ? അല്ല, നമുക്കൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആയിക്കൂടെ? ആ, അങ്ങനെ വയ്ക്കുവാ. എന്നാലേ നമുക്ക് ഓട്ടോറിക്ഷക്ക് പോരെ, ഹെലികോപ്റ്റർ ആക്കിയാലോ? ഓ, നിങ്ങൾ അങ്ങനെ പരിഹസിക്കൊന്നും വേണ്ട. അല്ലെങ്കിലും ഈ നാട്ടിൽ നിന്ന് ആരെങ്കിലും പെണ്ണ് കിട്ടുമോ? മിണ്ടാതിരിക്കണം. എനിക്ക് നാളെ ഈ നാട്ടിൽ വരണം. ഈ നാട്ടിലെ പെണ്ണുങ്ങളുടെ മഹത്വം നാട്ടിലൊക്കെ പാട്ടാ. പടച്ചോനെ, ഇവരൊന്നും എനിക്ക് അടി കൊള്ളിക്കുമല്ലോ. പറഞ്ഞു ഞങ്ങളെ നാട്ടിലെ പെണ്ണുങ്ങളെ പറ്റി പറയാൻ തുടങ്ങി നിങ്ങള്. നാസറേ, കാദറേ, സലീമേ, ഓടി വാടാ. ഈ നാട്ടിൽ ആണുങ്ങളെ സ്വഭാവം ശരിയല്ലെന്ന് ഇവരൊന്നും അറിയട്ടെ. ഓടിക്കോ, ഇവിടെ ആണും പെണ്ണും ഒക്കെ മോശം. മോനെ, ഒരു 5 മിനിറ്റ് ഇപ്പൊ വരാം. ഫോളോ മീ. ഇങ്ങോട്ട് വരിയടോ.
അസ്സലാമലൈക്കും. വലൈക്കും സലാം. വരൂ അകത്തിരിക്കാം. വേണ്ട വേണ്ട, ഇങ്ങോട്ടിരിക്ക ഇങ്ങോട്ടിരിക്ക ആ, ആ, ആ. ഇങ്ങോട്ടിരിക്ക. ആ, ആ. അകത്തെ ഭയങ്കര ചൂടാ, ഇവിടെ ആവുമ്പോ നല്ല കാറ്റ് കിട്ടും. ആ, ആ, ആ. അല്ല ഹംസക്കോയ, ഇതിലിപ്പോ ആരാ ചെറുക്കൻ? ഇവനാ സത്താർ, അബ്ദുൾ സത്താർ. സത്താർ ഏതുവരെ പഠിച്ചു? ഓ, ഓനൊരു 10-28 വയസ്സൊരു അല്ല, ഞാൻ പ്രീ ഡിഗ്രിക്ക് പോയിരുന്നു. ആഹാ, പിന്നെന്താ ഡിഗ്രിക്ക് പോവാതിരുന്നത്? അത് ഇംഗ്ലീഷ് പോയി. പക്ഷെ എന്താണ്, എവിടെ പോയി? ആ അതെ പോയി. നസീമ +2 ഇംഗ്ലീഷ് ടീച്ചറാ. എന്നാ പിന്നെ സ്ത്രീധനായിട്ട് പണം വേണ്ട, നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയാ പോലെ. എന്താ? അല്ല, പുതിയ ആപ്പിളിക്കലേശം തിരക്കണ്ടേ. അത് ശരി. അപ്പോ ഇപ്പൊ തന്നെ പുതിയാപ്പിള ആയോ? അല്ല, വൈകാതെ ഇവിടുത്തെ പുതിയ ആപ്പിളെ ആകാനുള്ളതാണല്ലോ. ഓ അങ്ങനെ. അപ്പോ പുതിയാപ്പിളക്ക് എന്താ ജോലി? ഗൾഫിലാ. ഈത്തിസലാത്തില് മാസത്തില് 3000 ദിർഹം ശമ്പള. ആർക്ക്? നിനക്കോ അതോ ഇവനോ? അല്ല, ഞാൻ ഗൾഫിലായിരുന്നു. എല്ലാം പാസ്റ്റൻസ് ആണല്ലോ ഹംസക്കോയെ. ഭൂതകാലം പറഞ്ഞു വന്ന എക്സ് ഗൾഫ്. അർബാബ് പുതിയ വിസ അയച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അതും പാസ്റ്റൻസ്. പക്ഷെ ആള് ഭയങ്കര ഫാസ്റ്റാ. കണ്ടില്ലേ, ഓന്റെ മുടിയും താടിയും കുപ്പായും പാന്റും കൂളിംഗ് ഗ്ലാസും. എന്റെ മോള് പ്രസന്റൻസാ, വർത്തമാനകാലം. അതുകൊണ്ടാ അവള് +2 ഇംഗ്ലീഷ് ടീച്ചറായി. ആ അതുപോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കിടക്കുക. അപ്പോ എന്താ നിങ്ങളുടെ ഡിമാൻഡ്? അല്ല, പെണ്ണിനെ കാണണ്ടേ? ആർക്ക്? നിനക്കോ? എന്നാ നീ അകത്ത് പോയി പെണ്ണ് കാണ്. നിനക്ക് പിടിച്ചാലല്ലേ അവന് പിടിക്കൂ. നീയല്ലേ വലിയ ചങ്ങായി. ഇരിക്കടാ അവിടെ. ഒരു 75 പവനും ഒരു മാരുതി ഓൾട്ടോ കാറും മതി സത്താർ. അപ്പോ പെണ്ണിനെ വേണ്ടേ? ആ, അത് നിന്നോട്ടെ. ഓക്കെ, എന്റെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാം. എന്റെ മോളെ, അവക്കൊരു 100 പവൻ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. മോനെ, മനസ്സിൽ മറ്റൊരു ലഡ്ഡു പൊട്ടി. പിന്നെ ഒരുമാതിരി ആൾട്ടോ കാർ നമുക്ക് വാങ്ങാം. പക്ഷേങ്കി ഞാൻ ഈ കാറ് വാങ്ങിത്തന്ന ഈ പണിയും പണവും ഇല്ലാത്ത ഇവൻ എങ്ങനെ അതിൽ പെട്രോൾ അടിക്കും? അപ്പോ പ്രീ ഡിഗ്രി ഇംഗ്ലീഷ് തോറ്റ നിനക്ക് +2 ഇംഗ്ലീഷ് ടീച്ചറായ എന്റെ മോളെ വേണം അല്ലേ? ആ, ഞാൻ കൊണ്ടുതരാം കേട്ടോ. ഇംഗ്ലീഷ് പോയത് ഏതായാലും നന്നായില്ലേ? പിന്നെ ഇംഗ്ലീഷുകാർ പോയോണ്ടല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പിന്നെ ഞാനൊന്ന് അകത്ത് നോക്കി വരാം. പോയിട്ട് വരട്ടെ. നമ്മള് പിന്നെ പോവാം. അങ്ങനെ ഞമ്മള് പോണ്ട, ഞാൻ പോയ. ചെല്ല് ചെല്ല് ചെല്ല്. ഞാനൊന്ന് പോയി. ചെല്ല് ചെല്ല് ചെല്ല്. നീ പോയി കാണാം. ഞാനിതാ വന്നു. എനിക്ക് നിങ്ങളോട് സത്യം തുറന്നു പറയാം. എന്താണ് എന്റെ സത്യം? ഇംഗ്ലീഷ് മാത്രല്ല പോയത്, പിന്നെ എനിക്ക് മലയാളവും എക്കണോമിക്സും ഒക്കെ പോയതാ. എന്നിട്ടാണ് കള്ള നമുക്ക് എന്റെ മോളെ കെട്ടാൻ നടക്കുന്നത്. അവിടെ നിൽക്കണം. നമുക്കളെ നിങ്ങൾ പിന്നെ വന്നോ? ആ പറഞ്ഞ ഓട്ടോറിക്ഷയ്ക്ക് ഞങ്ങൾ തൃപ്തിപ്പെട്ടു. പക്ഷേ 1 ലക്ഷമെങ്കിലും നിങ്ങൾക്ക് ജീവനോടെ പോകണമെന്നുണ്ടോ? അല്ല, ഞങ്ങൾ ഈ നാട്ടിലെ പെണ്ണുങ്ങളെ പറ്റി വളരെ മോശമായി പറഞ്ഞില്ലേ? അത് സാരമില്ല, ഞങ്ങൾ അത്ര കാര്യമാക്കിയിട്ടില്ല. ഞങ്ങളിത് കാര്യമായിട്ട് പറഞ്ഞതാണ്. എന്റെ കളരി പരമ്പര സൈക്കന്മാരെ, ഓടി വാടാ. പരിപാടിയില്ല.